എന്താ സഖാവേ, വഴിതടയിൽ സമരാണോ? കുട്ടിയുടെ വഴി നേർവഴിയല്ല, അത് തടയേണ്ട വഴിയാണ്. എനിക്ക് വളഞ്ഞ വഴിയാണ് ഇഷ്ടമെങ്കിലോ? ആയിക്കോ, പക്ഷെ അത് മറ്റുള്ളവരുടെ നെഞ്ചത്തൂടെ ആവരുത് ആ വഴി. വീട്ടിൽ ധാരാളം പൂത്ത കാശുണ്ടാവും, ആ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട. ഓ, നിങ്ങളല്ലേ വലിയ ആലൂക്കാസ്. ഞാൻ ആലൂക്കായതുകൊണ്ടല്ല, പണം എന്താണെന്നറിയാം. അത് വരും പോകും. 4 അക്ഷരം പഠിച്ചാ അത് എന്നേക്കും ഉണ്ടാവും. ഓ, ഫിലോസഫി. ഓ, ചേട്ടൻ എം എ ഫിലോസഫി ആണല്ലോ. ഞാൻ വെറും BA എക്കണോമിക്സ്. അതുകൊണ്ട് മണി പവറിൽ വിശ്വാസമുണ്ട്. പിന്നെ പഠിച്ചു നന്നാവണമെന്ന് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. സന്തോഷം. പക്ഷേ മേലിൽ ഈ മണി പവറിന്റെ ജാട എന്നോട് വേണ്ട, മനസ്സിലായോ? ചേട്ടാ, ഞാൻ എന്താ ഇത്ര വലിയ തെറ്റിയത്? ആ പെങ്കൊച്ചിന് ചേട്ടനോടൊരു പ്രേമം, അവളത് എക്സ്പ്രസ് ചെയ്തിട്ട് ചേട്ടൻ അത് മനസ്സിലാവണമില്ല. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി, അത്രയല്ലേ ഉള്ളൂ. അതെ, എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ഞാൻ ഈ കോളേജിൽ വരണത് പഠിക്കാനാ. പഠിച്ച് നന്നാവുന്ന നല്ല എക്സ്പെക്ടേഷനും ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് എന്നെ വിട്ടേക്ക്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എന്താ ഫാഷൻ പരേഡിനാ കോളേജിൽ വരുന്നത്? എന്ത് വേഷാടി ഇത്? ഭംഗിയില്ലേ അല്ലേ? പിന്നെ നല്ല ഭംഗിയാ. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇല്ല. ആ, അതിന്റെ കുഴപ്പാ. നിന്നെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായ പറയുന്നത്. താങ്ക് യു മദർ. എന്ത്? അല്ല, എല്ലാവർക്കും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ. പിന്നെ എന്ത് നല്ല അഭിപ്രായ? രാവിലെ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിക്കോളും. നീയൊക്കെ കോളേജിന്റെ അപമാന. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ കൂട്ടുകൂടി എന്തിനാ വെറുതെ ഭാവി നശിപ്പിക്കുന്നത്? ഡോക്ടർ പോളിനെ ഞാൻ ഇന്ന് വിളിക്കുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തതല്ല, ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലൈബ്രറി പോയി ഇരുന്നതാണ്. ഈ കുട്ടി പാവാ മദർ. അങ്ങനെയുള്ളവരെ നശിപ്പിക്കാനല്ലേ ഇവളൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? നിന്നെ ശരിയാക്കി തരണേ. എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകൂടി മോശമാണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ, നാളെ മൂല്യം നന്നായിക്കോളാം. ഇത് തന്നെയാണോ സഖാവിന്റെ പണി? എന്ത്? ഈ വഴിതടയില് ഇത് തന്നെയാണോ സഖാവിന്റെയും പണി? എന്ത്? എന്റെ പുറകെ നടന്ന് കാശ് കൊടുക്കല്. എന്നാ ഒരു നീണ്ട ലിസ്റ്റ് അങ്ങോട്ട് തരാൻ കൊടുക്കോ? എന്റെ ചങ്ങാതി, ഇതൊക്കെയല്ലേ മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു ജീവിതം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നല്ലേ നിങ്ങളുടെ ബൈബിൾ വരെ പറഞ്ഞിട്ടുള്ളത്? അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്നും ബൈബിളിലുണ്ട്. ഇയാളെന്നെ ബൈബിളൊന്നും പഠിപ്പിക്കണ്ട. ഇങ്ങനത്തെ ഔദാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആണ്. ഇതൊരു തരം മിഥ്യാഭിമാനം. സഖാവിന്റെ ഫാദർ ഹോസ്പിറ്റലാന്ന് അറിഞ്ഞപ്പോ ഞാൻ വന്നത് ഹോസ്പിറ്റൽ ബില്ല് തരാനൊന്നും അല്ല, ഒരു മര്യാദ. വന്നപ്പോ അവിടുത്തെ സാഹചര്യം എനിക്ക് മനസ്സിലായി. എന്റെ കുറച്ച് കാശും ഉണ്ടായിരുന്നു. ബില്ലടക്കട്ടെ ചോദിച്ചപ്പോ ആരും വേണ്ടാന്നും പറഞ്ഞില്ല. സഖാവിന് അത് ഇൻസൾട്ട് ആയെങ്കിൽ സോറി, എന്റെ കാശ് ഇപ്പൊ തിരിച്ചു തന്നേക്കും.